Matrix part 4. In this part, we discuss the equality of matrices. When two matrices are equal, that is, two matrices A and B are said to be equal if they are of the same order and each element of capital A is equal to the corresponding element of capital B. That is, Aij is equal to Bij for all I and j. രണ്ട് മെട്രിക്സുകൾ എപ്പോഴാണ് ഈക്വൽ എന്ന് പറയുന്നത്? എയും ബിയും ഈക്വൽ ആകണമെങ്കിൽ ആ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ സെയിം ആയിരിക്കണം, സെയിം ഓർഡർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ എയുടെ എലമെൻറ്റിൻ്റെ ഈക്വൽ ആയിരിക്കണം ബിയുടെ എലമെൻറ്റ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ് എയിലതും ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ് ബിയിലതും സെയിം ആയിരിക്കണം. അതുപോലെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ എലമെൻറ്റും എയിലതും ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ബിയിൽ എലമെൻറ്റും സെയിം ആയിരിക്കണം. അതുപോലെ ഓരോ എലമെൻറ്റിൻ്റെ കാര്യവും. Now we consider a problem related to the equality of matrices. The question is, find the values of x, y and z. Matrix 4, 3, x, 5, y, z, 1, 5. Here the two matrices are equal, therefore the corresponding elements are equal. Therefore 4 is equal to y, 3 is equal to z, x is equal to 1, 5 equal to 5. From this we get the values of x, y and z. The second question is, find the values of x, y and z. Matrix x plus y 2, 5 plus z, xy equal to matrix 6, 2, 5, 8. We have to find the values of x, y and z. The given condition is that the given matrices are equal. That is, the corresponding elements of these two matrices are equal. Therefore, x plus y equal to 6, 2 is equal to 2, 5 plus z equal to 5, xy is equal to 8. Now we calculate the values of x, y and z. Here x plus y is equal to 6 and xy is equal to 8. From these two equations, we can find the values of x and y. Here x is equal to 2, then y is equal to 4. Or x is equal to 4, then y is equal to 2. Therefore, the two values are possible for each x and y. Now, 5 plus z equal to 5. Therefore, z is equal to 5 minus 5. That is equal to 0. Therefore, z equal to 0. ഈ പ്രോബ്ലത്തിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6ഉം എക്സ് വൈ ഈക്വൽ ടു 8 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ അതിന് ആൻസർ എഴുതാം. രണ്ട് സംഖ്യകളുടെ തുക 6ഉം ആ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് 8ഉം വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് ഡയറക്റ്റ് എഴുതാം. എക്സ് 2 ആകുമ്പം വൈ 4 ആകും, തിരിച്ച് എക്സ് 4 ആകുമ്പം വൈയുടെ വാല്യൂ 2 ആകും. അങ്ങനെയാണ് അത് സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Now the next question is, find the value of a, b, c and d from the equation matrix A minus b, 2a plus c, 2a minus b, 3c plus d equal to -1, 5, 0, 13. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം corresponding elements are equal. Therefore, a minus b equal to -1, 2a minus b equal to 0, 2a plus c equal to 5, 3c plus d equal to 13. ഈ 4 ഇക്വേഷൻ കിട്ടിയത് ആ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് എല്ലാം ഈക്വൽ ആക്കി എടുത്തതാണ്. ഇനി ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എ മൈനസ് ബി ഈക്വൽ ടു -1 ആയതുകൊണ്ട് അതിൽ നിന്നും എ ഈക്വൽ ടു ബി -1 എന്നെടുക്കും. എ ഈക്വൽ ടു ബി -1 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ 2a മൈനസ് ബി ഈക്വൽ ടു 0 എന്നുള്ളത് 2 ഇൻറ്റു എക്ക് പകരം ബി -1 കൊടുക്കും. അപ്പം 2 ഇൻറ്റു ബി -1 മൈനസ് ബി ഈക്വൽ ടു 0. ഈ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ബി 2b, 2 ഇൻറ്റു -1 -2
മൈനസ് ബി ഈക്വൽ ടു 0. 2b മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി ആകും. 2bയിൽ നിന്ന് ഒരു ബി പോകുമ്പോൾ ബി ആവും. അപ്പോൾ ബി മൈനസ് 2 ഈക്വൽ ടു 0. Therefore b is equal to 2. Substitute in the equation 2a minus b equal to 0. അതിൽ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2a മൈനസ് ബിയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ 2a മൈനസ് 2 ഈക്വൽ ടു 0. Therefore 2a is equal to 2, a is equal to 1. അടുത്തത് എയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ 2a പ്ലസ് സി ഈക്വൽ ടു 5 എന്നുള്ളത് 2 ഇൻറ്റു 1 പ്ലസ് സി ഈക്വൽ ടു 5. 2 ഇൻറ്റു 1 2. 2 പ്ലസ് സി ഈക്വൽ ടു 5. Therefore c is equal to 5 minus 2. That is equal to 3. അപ്പോൾ സിയുടെ വാല്യൂ 3 എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 4ലേക്ക് 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 3c പ്ലസ് ഡി ഈക്വൽ ടു 13 എന്നുള്ളതിനെ 3 ഇൻറ്റു 3 പ്ലസ് ഡി ഈക്വൽ ടു 13. സിയുടെ സ്ഥാനത്ത് സിയുടെ വാല്യൂ ആയി 3 കൊടുത്തു. അപ്പം 9 പ്ലസ് ഡി ഈക്വൽ ടു 13. ദഫോർ ഡി ഈസ് ഈക്വൽ ടു 13 മൈനസ് 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഈ പ്രോബ്ലംസും ഈ നോട്ടും എല്ലാം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഗ്രൂപ്പിലിടുക.